ഹലോ എല്ലാവർക്കും LSGയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ആന്റി ഡാൻഡ്രഫ് കിറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്, ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയിരിക്കും താരൻ. അപ്പോൾ താരന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരു പരിധിവരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. താരൻ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോഡക്ട്സിനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഉടനീളം കാണുക. പൊതുവെ ഭൂരിഭാഗം ആൾക്കാർക്കും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇഷ്യൂ ആണ് ഡാൻഡ്രഫ്. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡാൻഡ്രഫ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അത് കോസ് ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത് മെലിസീസിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്കാൽപ്പിലുള്ള ഒരു ഈസ്റ്റ് ആണ്. ഡാൻഡ്രഫ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ക്ലൈമറ്റ് കണ്ടീഷൻ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, നമ്മുടെ ഡയറ്റ്, അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച്, സ്കാൽപ്പിന്റെ ടൈപ്പ്, പ്രധാനമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് സാധാരണഗതിയിൽ ഡാൻഡ്രഫ് വരാറുള്ളത്. സ്കാൽപ്പിന്റെ ടൈപ്പ് അനുസരിച്ച് ഡാൻഡ്രഫ് വീണ്ടും വേറെ വേറെ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഡ്രൈ ഡാൻഡ്രഫ് വരുന്നുണ്ട്, ഓയിലി ഡാൻഡ്രഫ് വരുന്നുണ്ട്. പേര് പോലെ തന്നെ ഓയിലി ഡാൻഡ്രഫും ഡ്രൈ ഡാൻഡ്രഫും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓയിൽ ഡാൻഡ്രഫിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, എക്സസ് ആയിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ടൈപ്പ് ഓഫ് ഡാൻഡ്രഫിനാണ് ഓയിലി ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രൈ ഡാൻഡ്രഫ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓയിലിന്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട്, അതായത് നമ്മുടെ സ്കാൽപ്പിൽ സീബത്തിന്റെ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ടൈപ്പ് ഡാൻഡ്രഫിനാണ് ഡ്രൈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമൺ മെത്തേഡ് കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 3 പ്രോഡക്ട്സിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന 3 പ്രോഡക്ട്സ് എങ്ങനെ നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എങ്ങനെ സഹായിക്കും എന്നുള്ള കാര്യം നമുക്ക് കാണാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം അത് ഫ്രീ ആണ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഉസ്ത്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ആന്റി ഡാൻഡ്രഫ് കിറ്റ് ആണ്. അതിൽ ആദ്യം വരുന്നത് ഈ ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ ആണ്. ആദ്യം തന്നെ ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ഒരു ടൈപ്പ് പാക്കേജിംഗ് ആണ്, അത്യാവശ്യം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല താല്പര്യമായി. ക്വാളിറ്റി വൈസും വലിയ കംപ്ലൈന്റ് പറയാനില്ല. മൊത്തം സ്റ്റിക്കർ വർക്കും മൊത്തം തീം എനിക്ക് ഇഷ്ടമായി. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് തീമാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അതേപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള കളേഴ്സ് തമ്മിലുള്ള ഒരു തീമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ പ്രോഡക്റ്റിൻ്റെ സ്മെല്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല, എനിക്ക് താല്പര്യമായ ഒരു സ്മെല്ലാണ്. അത്യാവശ്യം നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് അത്യാവശ്യം താല്പര്യം. ഈ സ്മെല്ലിൻ്റെ കേസിലൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇൻഗ്രീഡിയൻസ് വൈസ് ഒട്ടുമിക്ക ഉസ്ത്ര പ്രോഡക്ട്സിൻ്റെ പോലെ തന്നെ ഇതിലും ഫ്രേഗ്രൻസ് ആഡഡ് ആണ്. ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ഒന്നല്ല, മൈൽഡ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ കേസ് പറയുമ്പോൾ ഇതൊരു ആന്റി ഡാൻഡ്രഫ് ഷാംപൂ എന്ന് പറയുന്നതിന് നീതി പുലർത്തും പാകത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചറും ടീ ട്രീ ഓയിലാണ്. ടീ ട്രീ ഓയിലിന് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. തിയറി വൈസ് ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് ഡാൻഡ്രഫിനെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെലിസീസിയ എന്ന് പറയുന്ന ഈസ്റ്റ് കോസ് ചെയ്യുന്ന ഡാൻഡ്രഫ് ആണെങ്കിൽ, ഫംഗൽ ഡാൻഡ്രഫ് ആണെങ്കിൽ, പൊതുവെ എല്ലാവർക്കും വരുന്നത് അതാണ്. അങ്ങനത്തെ ഡാൻഡ്രഫ് ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ ടീ ട്രീ ഓയിലിന്റെ പ്രസൻസ് അടങ്ങുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അത് സഹായിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡാൻഡ്രഫിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സഹായിക്കുന്ന വേറെ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജിഞ്ചറും പിന്നെ അതേപോലെ തന്നെ സിട്രിക് ആസിഡ് ആണ്. അപ്പോൾ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് മൈൽഡ് ഡാൻഡ്രഫ് ഒക്കെ, ചെറിയ രീതിയിലുള്ള ഡാൻഡ്രഫ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ മെഡിക്കേറ്റഡ് ഷാംപൂസിലൊക്കെ ഉണ്ടാകുന്ന സാലിസിലിക് ആസിഡ്, അതേപോലെ തന്നെ കോൾട്ടാർ, സിങ്ക് പൈറത്യോണി, അതേപോലെ തന്നെ കീറ്റോകോണസോൾ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ പ്രസന്റ് അല്ല. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ്. അപ്പോൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ അല്ല, ചെറിയ രീതിയിലുള്ള മൈൽഡ് ആയിട്ടുള്ള ഡാൻഡ്രഫിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ടും ഓയിലൊക്കെ റിമൂവ് ആകുന്നുണ്ട്. വേറെ ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ, ഒരുപാട് സ്കാൽപ്പ് ഡ്രൈ ഒക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എനിക്ക് അത്യാവശ്യം താല്പര്യം. അടുത്തതായി ഈ കിറ്റിൽ വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു ഓയിലാണ്. ഉസ്ത്ര ആയുർവേദിക് ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓയിലാണ്. ഈ ഓയിലിനെ കുറിച്ച് മുന്നേ ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടായിരിക്കും, ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അതിന് ഇതിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കേജിംഗ് ആണ്. നമ്മൾ ഇതിന്റെ തന്നെ ഉസ്ത്രയുടെ തന്നെ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റിന്റെ സെയിം ടൈപ്പ് പാക്കേജിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് തീമാണ് മൊത്തം പ്രോഡക്റ്റിന് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ഒക്കെ ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റിക്കർ ബുക്കൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താല്പര്യമായി. ഇതെനിക്ക് അത്യാവശ്യം താല്പര്യമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. കാരണം ഞാൻ പറയാം, ഇത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിലാണ്. പിന്നെ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് വൈസ് എനിക്ക് അത്യാവശ്യം താല്പര്യം. ഇതിൽ ഒരു എക്സ്ട്രാ ഫ്രേഗ്രൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് താല്പര്യമാണ്. എന്നിരുന്നാലും ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ്
സ്കാൽപ്പിന് വളരെ ആപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കാൽപ്പാണ്. അപ്പം ഞാൻ ഹെയറിൻ്റെ എൻഡിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് താല്പര്യമായി. ഡ്രൈ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പരിധിവരെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഡ്രൈ സ്കാൽപ്പാണ്, ഡ്രൈ ഡാൻഡ്രഫ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. മൂന്നാമതായിട്ട് ഈ കിറ്റിൽ വരുന്നത് ഈ ഹെയർ കണ്ടീഷണർ ആണ്. പാക്കേജിംഗ് വൈസ് പൊതുവേ ഇവരുള്ള ഫേസ് വാഷ് അങ്ങനത്തെ എല്ലാ പ്രോഡക്റ്റുകളും വരുന്ന പാക്കേജിങ്ങിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഒരു ട്യൂബിലാണ് ഇത് വരുന്നത്. യൂസിബിലിറ്റി വൈസ് അത്യാവശ്യം എളുപ്പമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതിലൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മൊത്തം പ്രോഡക്റ്റിൻ്റെ തീമും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. 3 പ്രോഡക്റ്റ്സ് അടങ്ങുന്ന ഈ കിറ്റിൽ എനിക്ക് അധികം താല്പര്യം വേണ്ടിയിരുന്ന പ്രോഡക്റ്റ് ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഈ പ്രോഡക്റ്റിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത് ആൽക്കഹോളാണ്. ഈ പ്രോഡക്റ്റിൽ ആൽക്കഹോൾ അടങ്ങിയതുകൊണ്ട് ഇത് ഡ്രൈ സ്കാൽപ്പിന് ഒട്ടും ആപ്റ്റ് അല്ല. കാരണം ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് കുറച്ചുകൂടി ഡ്രൈ ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അടങ്ങിയതുകൊണ്ട് ഈ പ്രോഡക്റ്റിന് എനിക്ക് വലിയ കാര്യമായിട്ട് താല്പര്യമില്ല. ഞാൻ പൊതുവേ ഷാമ്പു കുറവും കണ്ടീഷണർ കൂടുതൽ യൂസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കാൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് 2-3 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ഉള്ളത് കൊണ്ടുള്ള ഡ്രൈനെസ് എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടില്ല. മുടി ഡ്രൈ ആയിട്ട് വിടുന്നത് പോലെ ഒന്നും തോന്നിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇത് പക്കാ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ഈ മൊത്തം കിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 പ്രോഡക്റ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ എനിക്ക് ആദ്യത്തെ 2 പ്രോഡക്റ്റ് വളരെയധികം താല്പര്യമായി. അതായത് ഹെയർ ഓയിലും അതേപോലെ തന്നെ ഷാമ്പൂ നല്ല രീതിയിൽ താല്പര്യമായി. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഷാമ്പൂ നോക്കുന്നുണ്ടെങ്കിൽ ആ ഷാമ്പൂ വളരെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെയർ ഓയിലും അത്യാവശ്യം നല്ലൊരു ഹെയർ ഓയിലാണ്. പക്ഷേ ഈ കണ്ടീഷണറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫുൾ താല്പര്യം പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഫുൾ താല്പര്യമായില്ല. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റിലാണ് എനിക്ക് താല്പര്യക്കേടുള്ളത്. ഞാൻ യൂസ് ചെയ്ത വയസ്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി ഞാൻ ഇത് യൂസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പിന്നെ ഇത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, ഈ മൊത്തം പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആൻഡ് ഓയിലി ഡാൻഡ്രഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റുകളാണ് ഇതൊക്കെ. അതിൽ ഷാമ്പൂ ഓയിലി ഡാൻഡ്രഫിന് വളരെ ആപ്റ്റാണ്. ഡ്രൈ ഡാൻഡ്രഫ് ആയാലും നിങ്ങൾക്ക് ആ ഷാമ്പൂ യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ആകെ വ്യത്യാസം വരുന്നത് ഫ്രീക്വൻസിയാണ്. അതായത് ഒരു യൂസിന് ശേഷം അടുത്ത യൂസിലേക്കുള്ള ഗ്യാപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കുറച്ച് ദിവസം ഗ്യാപ്പിൽ മാത്രം ഷാമ്പൂ ഇടുക. കാരണം ഡ്രൈ ഡാൻഡ്രഫ് ആകുമ്പോൾ കൂടുതൽ സ്കാൽപ്പ് ഡ്രൈ ആക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഷാമ്പൂ വീണ്ടും യൂസ് ചെയ്യുക. അതേസമയം ഓയിലി ഡാൻഡ്രഫ് ആകുമ്പോൾ അതായത് കൂടുതലായിട്ട് ഓയിൽ തലയിൽ ഫോം ചെയ്യുന്ന ടൈപ്പ് സ്കാൽപ്പ് ആണെങ്കിൽ വരുന്ന ഡാൻഡ്രഫ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഷാമ്പൂ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പറ്റിയ ആപ്റ്റായിട്ടുള്ള ഒരു ഷാമ്പൂ ആണിത്. അതുപോലെ തന്നെ ഡ്രൈ ഡാൻഡ്രഫിന് പറ്റിയ ഓയിലാണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഉസ്ത്രയുടെ സൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 20% ഓഫ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി 360° എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നും ഈ പ്രോഡക്റ്റ് വാങ്ങാന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ ലോങ് ഹെയർ ഗായ് 360 ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയല്ലേ, നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ബൈ ഫ്രം ദ ലോങ് ഹെയർ ഗായ് ആൻഡ് 360 degrees.